ഇത് അയാളുടെ 20 വർഷം മുമ്പുള്ള ഫോട്ടോയാണ്. അയാളിപ്പോ ഏതൊക്കെ രൂപത്തിലായിരിക്കുമെന്ന് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിക്കണം. പ്രതാപനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ഈ ഏജിലുള്ള വിവിധ ഗെറ്റപ്പുകൾ ഞാൻ കാണിച്ചു തരാം മാഡം. അപ്പൊ പോലീസ് ബുദ്ധി പ്രയോഗിക്കുകയാണല്ലോ പ്രഭാവതിയും പ്രതാപനും. ഇവരുടെ അന്വേഷണം ഈ നിലയ്ക്ക് തുടർന്നാൽ അതെനിക്ക് തടസ്സമായി മാറാൻ സാധ്യതയുണ്ട്. ഇതാ മാഡം. ഓക്കെ, കൊള്ളാം. എന്റെ ലക്ഷ്യം എനിക്ക് സാധിച്ചെടുക്കണം. ഇതാ മാഡം. ഓക്കെ. ഈ ചിത്രങ്ങളെല്ലാം ഓൺലൈൻ വഴി ഞാൻ അയച്ചേക്കാം. ഞാനേ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ശരി. കുറഞ്ഞു വാങ്ങി പറഞ്ഞാൽ മതി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ശരി, അപ്പം ശരി, കാണാം. ഓക്കെ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഖരൻ ഇപ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടി. പക്ഷേ നമ്മൾ എങ്ങനെ അയാളെ കണ്ടുപിടിക്കും? പ്രതാപ, ഈ ഫോട്ടോസ് നമ്മൾ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവരെ കൊണ്ട് ശേഖരൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തും. ഇവിടെ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവളെ തീർത്ത് കളയണം. ഇത് തന്നെ അവസരം.
പാർവതി പാർവതി അയ്യോ വിശാൽ, പാർവതി അവൻ ഇവിടെ വന്ന് എന്നെ കണ്ട എന്റെ കടി പോക്ക. പാർവതി പാർവതി ഗായത്രി അമ്മയെ ആരാ കൊന്നത്? എന്തിനാ കൊന്നത്? എങ്ങനെയാണ് കൊന്നത്? നിന്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്നൊന്നായി നിനക്ക് ലഭിക്കും. മൂടി വെച്ച എല്ലാ രഹസ്യങ്ങളിലേക്കും തുറക്കുന്ന താക്കോൽ ഈ പുറ്റിനുള്ളിലുണ്ട്. നീ ആ പുറ്റിനുള്ളിലേക്ക് കൈയിടൂ. എല്ലാ സത്യങ്ങളും തെളിയുന്നൊരു വഴി നിനക്ക് വെളിപ്പെടും. ജയ, ഒരു പാമ്പ്! പുറ്റിനുള്ളിൽ കൈയിട്ട പാമ്പ് എന്നെ കൊത്തില്ലേ? എനിക്ക് പേടിയാവുന്നു. എനിക്കിതിനൊന്നും വയ്യ. വിശാൽ സാറ് ഇപ്പൊ അവിടെ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. എനിക്ക് തിരികെ പോണം ജയ. ഞാൻ പറഞ്ഞില്ലേ, വിശാല് നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നോളും. പിന്നെ പാമ്പ് അത് നിന്നെ ഒന്നും ചെയ്യില്ല. നീ പുറ്റിനുള്ളിലേക്ക് കൈയിട്. ഇല്ല ഇല്ല ജയ, എനിക്കതിനുള്ള ശക്തിയില്ല. പാമ്പിന്റെ കടിയേൽക്കും. എനിക്കതിന് സാധിക്കില്ല. നിനക്ക് സാധിക്കും. സാധിക്കണം. വിധിയെ നിഷേധിക്കാൻ നിനക്കാവില്ല. ഇത് നിന്റെ കർമ്മമാണ്. ഈ കർമ്മം നിറവേറ്റാനാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. അധികം ആലോചന വേണ്ട. നീ ഞാൻ പറഞ്ഞതനുസരിക്ക്. എല്ലാം ശരിയാകും. ഇവിടെ ഇപ്പൊ ആരും ഇല്ലാത്തത് നന്നായി. ഈ തക്കത്തിന് വിപിൻ സാറിനോട് ഇത്തിരി സൊള്ളാം. ആരെയും പേടിക്കണ്ടല്ലോ. ശരി ശരി, ഞാൻ വിളിക്കാം. വിപിൻ സാറേ, ചായ. അല്ല, നീയാണ് ഇത് കൊണ്ടുവന്നത്? ഇവിടെ ചായ കൊണ്ടുവരാൻ വേറെ ആരുമില്ലേ? പിന്നെ ഇവിടെ ജോലിക്കാരുടെ എണ്ണം കാരണം തട്ടാതെ മുട്ടാതെ നടക്കാൻ തന്നെ പ്രയാസ. എന്റെ സാറേ, ഇവിടെ ആകെയുള്ളൊരു ജോലിക്കാരി എന്റെ ചേച്ചിയാ. അതറിയാലോ. എന്താ, ഞാൻ കൊണ്ടുവരുന്ന ചായ വിപിൻ സാർ കുടിക്കില്ലേ? അല്ല, അതല്ല. ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ വിപിൻ സാറേ. എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്കായി പുറത്തു പോയിരിക്കാം. ആരും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് ചായയുമായി ഇങ്ങോട്ട് കയറി വന്നത്. സാർ ഈ ചായ കുടിക്കും. അതെ വിപിൻ സാറേ, ഇത് മുഴുവൻ കുടിക്കരുതേ. എന്തുപറ്റി? മുഴുവൻ കുടിക്കണ്ട. എന്താ കാര്യം? അതിലെ പാതി ചായ എനിക്ക് വേണം. ഏയ്, അതൊന്നും വേണ്ട. അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? ശരിയാവില്ല, അത്ര തന്നെ. പല്ലവി, നീ എന്തായി കാണിക്കുന്നേ? ഈ ചായയില് മധുരം ഉണ്ടോ നോക്കട്ടെ.
അയ്യേ, ഈ രുചിയില്ലാത്ത ചായയാണോ സാറ് കുടിച്ചത്? ഛേ, എന്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചായ ഇത് എനിക്ക് തന്നെ ഇഷ്ടായില്ല. വേണ്ട, ഇനി ഈ ചായ സാറ് കുടിക്കണ്ട. നല്ല ചായ ചേച്ചി വന്നതിന് ശേഷം ചേച്ചിയെ കൊണ്ട് ഇടിയിപ്പിച്ചു തരാം. ബിബിൻ സാറ് കുടിച്ച ചായയല്ലേ ഇത്? ഇനി ഇതിന്റെ രുചിയും മധുരവും നോക്കുന്ന എന്തിനാ? ബാക്കി ചായ ഞാൻ തന്നെ കുടിച്ചേക്കാം. ജാസ്മിനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവൾ എവിടെയാ പോയത്? ഒന്ന് വിളിച്ചു നോക്കിയാലോ. സുശീലാന്റെ ആണല്ലോ. ഇവരിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഹലോ, ജാസ്മിൻ, നീ ഇതെവിടെയാ? നിന്നെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഞാൻ പുറത്താ ആന്റി. നീ പുറത്തു പോയോ? എപ്പോ പോയി? നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാനും കൂടി വരായിരുന്നു. നീ എവിടെന്ന് പറ. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഞാനേ ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ആന്റി ഒന്ന് ഫോൺ വെച്ചേ. അയ്യോ, ഈ ഫോൺ റിങ് ചെയ്ത ശബ്ദം വിശാല് കേട്ട് കാണൂ. പാർവതി, നീ ഇത് എവിടെയാ? എന്തിനാ പാർവതി നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? പാർവതി, 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 നാഗരാജാവേ, ജയ എന്നോട് ഈ പുറ്റിനുള്ളിൽ കൈയിടാൻ പറഞ്ഞു. പക്ഷെ അതെന്തിനാണെന്ന് എനിക്ക് വ്യക്തമായില്ല. ജയ പറഞ്ഞത് അനുസരിക്കാതിരിക്കാനും പറ്റുന്നില്ല. നീയാണെങ്കി എനിക്ക് വഴിയും തരുന്നില്ലല്ലോ. എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ ദയവ് ചെയ്ത് ഈ മാർഗ തടസ്സം നീക്കി തരൂ. അല്ലെങ്കിൽ ഈ പുറ്റിനകത്ത് എന്താണുള്ളതെന്ന് നീ തന്നെ എനിക്ക് കാണിച്ചു തരണം. ഈശ്വര, എന്തൊരു കാറ്റാ ഇത്! ഇതിപ്പം എല്ലാരും പറഞ്ഞു പോവല്ലോ. അയ്യോ ഈശ്വര, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കാറ്റ് വീശാൻ കാരണം? ആരെങ്കിലും പോയി ആ വാതിലും ജനലും ഒക്കെ ഒന്ന് അടയ്ക്ക്.
ഇല്ലെങ്കിൽ ഈ വീട്ടിലെ സകല സാധനങ്ങളും താഴെ വീണ് തകരും. ആ ഞാൻ അടയ്ക്കാം. അയ്യോ, ചെറിയമ്മേ. അയ്യോ, അമ്മേ. ഇതെന്താ ഈ മാല എന്റെ കഴുത്തിൽ വന്ന് വീണത്? ഇത് നല്ല ശകുനമാണോ അതോ ചീത്ത ശകുനമാണോ? എന്താ അമ്മ ഇതിന്റെ അർത്ഥം? അല്ലേ ജി, ആ ഈ ഫോട്ടോയിൽ മാല ചേച്ചിയുടെ കഴുത്തിൽ വീണിട്ടുണ്ടെങ്കിലേ അത് ഗായത്രി ചേച്ചിക്ക് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈച്ചയായിരിക്കും. ചേച്ചി അമ്മേ, ഇതെന്ത് നിമിത്തമാ? പെട്ടെന്ന് കാറ്റ് വരെയും പെട്ടെന്ന് കാറ്റ് പോവുകയും ചെയ്തു. എനിക്കറിയില്ല മോളെ. മാറ്റിടിച്ചാ മാറ്റിടിച്ചാ அம்மா தாய் இதுக்குள்ள விழுந்துடுச்சா? தப்பிக்க முடியாது. ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റില്ല.